സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. മണവാളൻ എന്നറിയപ്പെടുന്ന യൂട്യൂബർ കഴിഞ്ഞ ദിവസം തൃശൂരിൽ വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നു. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മണവാളന്റെ മുടി മുറിച്ചതായി ആരോപണമുയർന്നിരിക്കുന്നു. തൃശൂർ ജില്ലാ ജയിലിലെ ജയിൽ അധികൃതരാണ് മുടി മുറിച്ചത്. മുടി മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് മണവാളന് മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായും പറയുന്നുണ്ട്. മാനസിക പ്രശ്നത്തെ തുടർന്ന് മണവാളനെ തൃശൂർ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ മുടി മുറിച്ചു മാറ്റിയതിന്റെ കാരണം എന്താണെന്ന് അറിയണം. കാരണം ഈ ചിലപ്പം തടവ് പുള്ളികളുടെ മുടി മുറിച്ചു മാറ്റുന്ന രീതിയുണ്ട്. പക്ഷെ ഇവിടെ ഈ മുഹമ്മദ് ഷഹീൻ ഷാ എന്ന മണവാളിനെ സംബന്ധിച്ച് മുടി മുറിച്ചു മാറ്റിയത് അയാളുടെ വലിയ രൂപമാറ്റമുണ്ടായി. അത് വലിയ രീതിയിൽ ഫോളോവേഴ്സ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ്. അയാൾക്കത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ടോമി, ഏപ്രിൽ 19 ഈ മണവാളൻ എന്ന യൂട്യൂബർ, അയാൾക്കെതിരെ ഒരു കൊലപാതക ശ്രമത്തിനുള്ളൊരു പരാതി, ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കേരളവർമ്മ കോളേജിലുണ്ടായ ഒരു സംഘർഷത്തിന് പിന്നാലെ സംഘർഷത്തിലിടയാക്കിയ 2 കുട്ടികളെ, അതായത് ഈ മണവാളനുമായി സംഘർഷമുണ്ടാക്കിയ 2 കുട്ടികൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ അവരെ കാറ് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നതായിരുന്നു കേസ്. ഇതിൽ ഏകദേശം 50-ലധികം ദിവസമായി മണവാളൻ ഒളിവിലായിരുന്നു. പിന്നീട് പോലീസ് കുടകിൽ നിന്നാണ് മണവാളനെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ഈ ജയിലിലേക്ക്, റിമാൻഡിലായ പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ജയിലിന്റെ മുന്നിൽ നിന്നും, അതായത് പോലീസുകാരൊക്കെ നോക്കി നിൽക്കെ തന്നെ റീൽസ് ചിത്രീകരിക്കുന്നതൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കപ്പെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഇപ്പോൾ മണവാളന്റെ മുടി, നമ്മളൊക്കെ ഏറെ ശ്രദ്ധിക്കുന്ന ഒരു തരത്തിലുള്ളൊരു മുടി തന്നെയാണ്. ഈ വ്ളോഗർമാരെ സംബന്ധിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രത്യേകതയൊക്കെ എപ്പോഴും ഉണ്ടാകും. മണവാളനെ സംബന്ധിച്ച് അയാളുടെ മുടിയാണ് വളരെ പ്രത്യേകതയായി കൊണ്ടു നടക്കുന്നത്. ആ മുടിയാണ് ജയിൽ അധികൃതർ മുറിച്ചത്. ഇതിനെ തുടർന്നാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും മുഖമാകെ മറ്റൊരു രൂപത്തിലേക്ക് മാറിപ്പോയ ഒരു അവസ്ഥയിലാണ്. ഇതിനെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ജയിൽ അധികൃതർ പറയുന്നത്, ഇവിടെ ജയിലിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ് മുടി വെട്ടുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ മണവാളൻ്റെ മുടി മുറിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ മണവാളനെ സംബന്ധിച്ച് അത് തൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നാണ്, യൂട്യൂബിലെ തൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് മുറിച്ച് കളഞ്ഞതിലുള്ള മനോവിഷമത്തിലാണ് ഇത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും മാനസിക അസ്വസ്ഥം അനുഭവപ്പെടുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ്, ജയിൽ അധികൃതർ പറയുന്നത് അത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമം തന്നെ എന്നാണ്. പക്ഷെ അഭ്യാസമായി കാണണോ? കാരണം ഈ ജയിലിന് പുറത്ത് അന്ന് അറസ്റ്റിലായി ജയിലിൽ അടച്ചതിന് തൊട്ട് മുൻപ്, അതായത് ജയിലിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് ജയിലിന് മുന്നിൽ ഇയാൾ വീണ്ടും അഭ്യാസ പ്രകടനമൊക്കെ നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. റീൽസ് ചിത്രീകരണം, ജയിലിന് മുന്നിൽ റീൽസ് ചിത്രീകരിക്കുന്നു. മാത്രമല്ല ശക്തമായി തിരിച്ചു വരുമെന്ന രീതിയിലുള്ള ഈ നമ്മുടെ നിയമവ്യവസ്ഥയെ, പോലീസിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ഈ റീൽസിൽ പിന്നീട് കണ്ടതാണ്. അങ്ങനെ പോലീസിനെ പ്രകോപിപ്പിക്കാൻ, ഈ മുടി മുറിക്കാനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കുമോ? തീർച്ചയായും ടോം, അങ്ങനെ നമുക്ക് പറയാം വേണമെങ്കിൽ. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ കാണാം, പോലീസുകാർ ഇടപെടുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ ഇവിടെ നിന്ന് റീൽസ് ചിത്രീകരിക്കരുതെന്ന്. പക്ഷേ ആ റീൽസ് എടുക്കുന്ന 2 പേർ, അവരും ഈ മണവാളനോടൊപ്പം അന്നത്തെ ഉണ്ടായിരുന്ന സംഭവത്തിൽ, അതായത് ഈ കൊലപ്പെടുത്താൻ പോയ ആ ഒരു ശ്രമത്തിലെ കേസിലെ പ്രതികൾ തന്നെയാണ്. ഇവരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ജാമ്യത്തിലാണിപ്പോൾ. അതിനിടയിലാണ് ഇപ്പോൾ മണവാളനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് തൊട്ടു മുൻപായി ആ പ്രതികൾ തന്നെയാണ് ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് അവരെ വിലക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ പോലീസിനോട് പോലും ഇവർ കയർക്കുന്ന രീതിയിലാണ് വീണ്ടും ആ ചിത്രീകരണം തുടർന്നത്. താൻ തിരിച്ചു വരും, ശക്തമായി തന്നെ തിരിച്ചു വരുമെന്ന് മണവാളൻ ആ റീൽസിൽ പറയുന്നുണ്ട്. ഒപ്പം ചിരിച്ച് സന്തോഷത്തോടുകൂടി തന്നെയാണ് ജയിലിലേക്ക് കടക്കുന്നതും. അതിൻ്റെയൊക്കെ ഒരു ദേഷ്യം തീർച്ചയായും പോലീസിനുണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമായി കൂടി നമുക്ക് ഈ മുടി മുറിക്കലിനെ പറയാൻ കഴിയും. എന്തായാലും മുടി മുറിച്ചതിൽ വളരെയേറെ വിഷമത്തിലാണിപ്പോൾ മണവാളൻ എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ ഒരു നടപടിക്രമം, ഒപ്പം ഈ മണവാളൻ്റെ ചിലപ്പോൾ ജയിലിനുള്ളിലും വെച്ചും ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ മണവാളൻ്റേതായിട്ടുള്ള ഭാഗത്തു നിന്നും
ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വീണ്ടും ആവർത്തിച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അധികൃതർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നതെന്ന് ഉറപ്പിക്കേണ്ടി വരും. ടോം. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. യൂട്യൂബർ മണവാളിനെ ജയിലിൽ വെച്ച് മുടി മുറിച്ചതായിട്ടാണ് പരാതി. അതേ തുടർന്ന് ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടെന്നാൽ അതും ഒരു തരത്തിലുള്ള ഈ യൂട്യൂബർമാരുടെ ഒരു അഭ്യാസ പ്രകടനമാണോ എന്നും പോലീസ് പരിശോധിക്കേണ്ടതാണ്.